സത്യത്തെ ഒരുപാട് കാലം മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ മേടിക്കുന്ന ആൾക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കപ്പെടുന്നു എന്നുള്ളതും, അതേപോലെ അവരുടെ സ്ഥാപനമാണെങ്കിലും അവരുടെ വീടാണെങ്കിലും എവിടെ തന്നെയാണെങ്കിലും അവിടെ ഐശ്വര്യം വരുന്നുണ്ട് എന്നും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ പലരും കളിയാക്കിയത് എന്താ, എനിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് പറയുന്ന വെറും ഒരു കള്ളത്തരമായിട്ടാണ് എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നത്. ഇന്നതാ നിങ്ങളുടെ മുമ്പിലേക്ക് തെളിവ് സഹിതം ഞാൻ കൊണ്ടുവരിക കേട്ടോ. മുമ്പത്തെ വീഡിയോ ആണ് 2021 ഉളയനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഫോട്ടോ സമർപ്പണത്തിന് പോയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഡേറ്റൊക്കെ കറക്റ്റ് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സെപ്റ്റംബർ 27 ഈ 2021 ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ സമർപ്പിക്കുന്നത്. അന്നത്തെ അമ്പലവും ആ പരിസരവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനി ഇന്നത്തെ അമ്പലവും പരിസരവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോട്ടോ സമർപ്പിച്ചതിന് ശേഷം അമ്പല കമ്മിറ്റിക്കാർ എന്നെ ആദരിച്ച ഫോട്ടോസ് കൂടി നിങ്ങൾ കാണുന്നത്. പിന്നീട് ഉളയനാട് ഞാൻ ഫോട്ടോ സമർപ്പിക്കാൻ പോയത് മാർച്ചിലാണ് 2024. അപ്പോഴേക്കും അമ്പലവും അമ്പല പരിസരവും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ പറയും അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർ നല്ലതായതുകൊണ്ടാണെന്ന്. അങ്ങനെയും ആയിരിക്കാം. പക്ഷേ ഇതിനൊക്കെ പുറത്ത് ഒരു വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ, ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഇത് ഉൾക്കൊള്ളാം, ഇഷ്ടമില്ലാത്തവർക്ക് കളിയാക്കാം. കാരണം എന്തിനും ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ കളിയാക്കുന്നവരോടും പുച്ഛിച്ച് തള്ളുന്നവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ വരയ്ക്കുന്നത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെയാണ്. കണ്ണൻ ഇന്ന് വരെ ഒരാളെയും എവിടെയും ദ്രോഹിച്ച ചരിത്രമുണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ വരയ്ക്കുന്ന ഒരു കണ്ണൻ മാത്രം ഒരാളെ ഉപദ്രവിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കത് അന്ധവിശ്വാസമോ വിശ്വാസമോ എന്തോ ആയിക്കോട്ടെ, ഒരു രാത്രിക്ക് ഒരു പകലുണ്ടെങ്കിൽ ഇതിലൊക്കെ ചെറുതായിട്ട് സത്യമുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഞാനിപ്പം നമ്മുടെ ഉളയനാട് ഉണ്ണിക്കണ്ണൻ്റെ അടുത്താണുള്ളത്. ഞാൻ ഒരിക്കൽ സമർപ്പിച്ച കണ്ണൻ അതേ അവിടെ നിൽക്കുന്ന കണ്ണന് ഇഷ്ടപ്പെട്ട വെണ്ണയും കൂടി കൊടുത്തേക്കാന്ന് കരുതി. ചിത്രവര പഠിച്ചിട്ടില്ല. ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ജനിച്ച് വളർന്നത്. എന്നാൽ പോലും അവർ വീട്ടിൽ കണ്ണാന്നായിരുന്നു വിളിക്കാറ്. വർഷങ്ങൾക്കിപ്പുറം കണ്ണനെ മാത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരിയായി മാറി ഞാൻ. അതൊക്കെ വെറുമൊരു അന്ധവിശ്വാസമായിട്ട് നിങ്ങൾക്ക് തോന്നും. ചിലർ പറയും ബിസിനസ് ട്രിക്കാണെന്ന്. പക്ഷേ ഇതിലൊക്കെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. അപ്പം കണ്ണന് വെണ്ണ കൊടുത്തു, എനിക്ക് പ്രസാദം കിട്ടി.